വചനസന്ധ്യ വചനസന്ധ്യ വചനസന്ധ്യ. യേശു എന്ന മഹാദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ ഏവൻഗേലിയോനിനെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷണം, വചനപ്രകാശനം. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 13-ാം വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു: സ്വർഗീയ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് തൻ്റെ ആത്മാവിനെ എത്ര അധികമായി നൽകുമെന്ന്. ദൈവാത്മാവ് എത്ര എല്ലാ കാര്യങ്ങളും സാധ്യതമാക്കുന്നത്. ദൈവാത്മാവ് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സൗഖ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ഭാഷകളുടെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ജീവിത മേഖലകളിൽ സാധാരണ മനുഷ്യൻ, അനീതിയുള്ള മനുഷ്യൻ അപ്പം ചോദിച്ചാൽ കല്ലിനെ ഈ ലോകത്തിലെ മാതാപിതാക്കൾ കൊടുക്കാറില്ല. മീനിനെ ചോദിച്ചാൽ പാമ്പിനെയും കൊടുക്കാറില്ലല്ലോ. മുട്ടയെ ചോദിച്ചാൽ തെളിനെയും കൊടുക്കാറില്ല. അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എല്ലാം സാധ്യതമാകുന്ന ആത്മാവിനെ എത്ര അധികമായി നൽകുമെന്ന്. ആയതുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവതിരുസന്നിധിയിലാണ് മുട്ടേണ്ടത്. അവൻ്റെ ആത്മാവ് അനവരതമായി നിറപടിയായി നൽകി അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിൽ നമ്മളെ നയിക്കും. ഇവിടെ അമേരിക്കൻ സെലിബ്രിറ്റിയായ കാൻഡസ് കാമറോൺ 30 വർഷത്തെ തൻ്റെ വിവാഹ ജീവിതത്തിൽ 3 ഗ്രോൺ അപ്പ് ചിൽഡ്രൻ, 26, 25, 23 വയസ്സുള്ളത്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇനി ജീവിതം ഒന്നിച്ചു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവ് ഹോക്കി പ്ലെയറായ വാലിനോട് പറഞ്ഞു വേർപിരിയാമെന്ന്. ആ സമയത്ത് 3 ആൺകുട്ടികളും അപ്പനെയും അമ്മയും സോഫായിരിക്കൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. അവരോട് ബൈബിൾ വിടർത്തിപ്പിടിച്ചിട്ട് 45 നീണ്ട നിമിഷം അവരോട് ദൈവവചനം പ്രസംഗിച്ചു. അവര് അവസാനം 2 പേരോടും മാറി മാറി ചോദിച്ചു: അപ്പ, ഒന്നുകൂടി ക്ഷമിച്ചുകൂടെ? ഒന്നുകൂടി മറന്നുകൂടെ? ഒരു ഗ്രേസ് കൊടുക്കുവാനില്ലേ എന്ന്. അമ്മയോടും അതാണ് ചോദിച്ചത്. അമ്മേ, അപ്പനോട് ഒരു ഗ്രേസ് കൊടുക്കുവാൻ, ഒരു കാരുണ്യം തോന്നുവാൻ, ഒരു ദയ കൂടി തോന്നുവാൻ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലൊരു ആത്മാവില്ലേ എന്ന്. അന്ന് തൻ്റെ 2ാമത്തെ മകൻ ലേവി പ്രസംഗിച്ചതായ പ്രസംഗം, ആ ജീവന്റെ ആത്മാവ് ആ സ്ത്രീയിൽ വ്യാപരിച്ചു. അന്ന് രാത്രി തീരുമാനിച്ചു, ഇനി ഞങ്ങൾ വേർപിരിക്കുകയില്ല. അന്ത്യത്തോളം ഞങ്ങൾ ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടു. 30 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതരായ ആദ്യത്തെ ഫോട്ടോ ഇങ്ങനെ പറഞ്ഞു: സ്നേഹമാണ് വലുത് എന്ന്. തലകൾ വണക്കി പ്രാർത്ഥിക്കാം. യേശു, നിന്റെ ആത്മാവ് ഞങ്ങളുടെ ഏത് പ്രശ്ന മേഖലകളിലും ഞങ്ങൾ കേട്ട പ്രകാരം വിവാഹ മേഖലകളിൽ വേർപിരിയലിൻ്റെ വക്കത്താരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി വചനം കേൾക്കുമ്പോൾ നിന്റെ ആത്മാവ് അനവരതമായി കൊടുക്കുമെന്ന ദൈവം തമ്പുരാൻ നിന്റെ ആത്മാവ് കൊടുത്ത് കാൻഡസ് കാമറേനെ എങ്ങനെ വീണ്ടും വിവാഹ വേർപിരിയിൽ നിന്ന് ഐക്യതയോടെ ഇന്നും നിലനിർത്തിയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ആയിത്തീരട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ.